ചെമ്മീൻ ഇതുപോലെ നന്നായി കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തട്ടിക്കൊടുക്കാം. ചീനച്ചട്ടീൻ്റെ കോലം കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, രാവിലെ മുട്ട പൊരിച്ച ചീനച്ചട്ടിയാണെന്ന് പിന്നെ ഞാൻ അത് കഴുകാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത്രയും മാത്രം മതി. വല്ലാണ്ടങ്ങ് ആർഭാടാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്, ചെമ്മീൻ്റെ ടേസ്റ്റ് പോയിപ്പോൾ. ചെമ്മീൻ അതേ ഫ്ലേവറോട് കൂടി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തോ, ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം. പിന്നെ സേബിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ. അപ്പോൾ അത് ചെമ്മീൻ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ആയതിന് ശേഷം നമ്മളിതുപോലെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ഒന്ന്, പിന്നെ കറിവേപ്പില. അപ്പോൾ നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് വേണം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എടുക്കാൻ. ഞാൻ കുറച്ച് ചെമ്മീനായതുകൊണ്ട് മാത്രം അത്ര എടുത്തു. അപ്പോൾ ഞാനിത് എന്തിൻ്റെ കൂടെ കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുളുത്ത ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. അതായത് നമ്മളെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കണ്ണൂക്കാർ പറയാൻ ഇതിനെ കുളുത്ത ചോറ് എന്നാണ് കേട്ടോ. പ്രോബയോട്ടിക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് ഇത്. മുന്നേ ഞാൻ ഇതിനെപ്പറ്റി യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എനിക്ക് പണ്ട് അണ്ണാച്ചിമാരായിട്ടോ ഓർമ്മ വരെ. നമ്മൾ വീട്ടിൽ പുല്ല് ചെത്താനും വിറക് വെട്ടാനും ഒക്കെ വരുന്ന ഒരു അണ്ണാച്ചിയുണ്ട്. അയാളുടെ കയ്യിൽ ഒരു തൂക്കുപാത്രത്തിൽ കുറച്ച് കുളുത്ത ചോറുണ്ടാവും, അതായത് പഴങ്കഞ്ഞി ഉണ്ടാവും. അത് അയാൾ ഈ പച്ചമുളക് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ല രസമാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇയാൾ എന്തിനോട് ഇതിങ്ങനെ കഴിക്കുന്നത്, ഇതെങ്ങനെ ഇയാൾ കഴിക്കുന്നതെന്നൊക്കെ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ, ഇത് ഭയങ്കര എനർജിയാണ് ഈ പഴങ്കഞ്ഞി.